BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അക്കൗണ്ടിലുള്ള ഫോട്ടോയിൽ എന്താ കേസില്ലാത്തത്? BJP CPM ധാരണയാണോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ കേസെടുക്കാത്തത്? ഇതുകൊണ്ടൊന്നും കേരളത്തിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാമെന്ന് ഗവൺമെൻറ് പ്രതീക്ഷിക്കേണ്ട. പോലീസ് സർക്കാരിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുകയാണ്. വേട്ടപ്പട്ടിയെ പോലെയാണ് കേരളത്തിലെ പോലീസ് പെരുമാറുന്നത്. ബെയിലബിളായ ഒരു കേസിൽ എന്തിനാണ് ഇങ്ങനെ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്? അങ്ങനെ പോലീസിന് കസ്റ്റഡി എടുക്കാൻ നേരമുണ്ടോ? അങ്ങനല്ല, അതൊന്നും എല്ലാം ഒറിജിനലാണ്. എല്ലാം ഒരു അസ്വാഭാവികതയില്ല. എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പടം കിടക്കണ്ട എന്ന് തോന്നിയപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് കുറെ കൂടി ഭംഗി അതിനാണെന്ന് തോന്നിയോണ്ടാണ്. അവരെ വിട്ടയക്കുന്ന എനിക്ക് തോന്നുന്നത്. അവർ പോയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹം അതിൻ്റെ എല്ലാ വിഷ്വൽസും എവിടെ നിന്നാണെന്ന് കിട്ടിയത്, എങ്ങനെ കിട്ടി, അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായ പോലീസിന് ബോധ്യം വരുന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഈ പടം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പടം നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇപ്പോഴും ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അവർക്കൊന്നും എന്താ കേസില്ലാത്തവർക്കെതിരായിട്ട്? ഞാനത് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, എൻ്റെ ഫേസ്ബുക്കിലേക്ക് പേസ്റ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ്, കോപ്പി ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴും അതേ അക്കൗണ്ടുകളിൽ എവിടെ നിന്നാണോ എടുത്തത് അതേ അക്കൗണ്ടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താ കേസില്ലാത്തത്? എൻ്റെ ഫോണ് 2 ദിവസം കൊണ്ട് തരാമെന്ന് ഒന്നും പറഞ്ഞില്ല. ഏതാ പോലീസ് എൻ്റെ ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പോലീസിന് വിവരം കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് സൈബർ വിങ്ങിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എൻ്റെ ഫോണ് 2 ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. മറ്റേ ഫോണ് വീണ്ടും അപ്ലോഡ് ചെയ്ത ഫോണ് അതിൽ നിന്നാണ് എന്നവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതിലൊരു AI ടൂളും ഇല്ലയെന്ന് അവർക്ക് ബോധ്യം തന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഈ ഫോണുകളിലൊക്കെ AI ടൂൾ ഉണ്ടാവും, AI നിർമ്മിക്കാനാണെങ്കിൽ. എൻ്റെ സഹായിയുടെ കയ്യിലെ ഫോണിൽ AI ടൂളില്ല. AI ടൂളില്ലാതെ AI ചിത്രം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. പരിശോധിച്ചു. എൻ്റെ ഫോണിൽ AI ടൂളുണ്ട്, പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് ഈ പറയുന്ന ഒരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല. അത് പോലീസിന് ബോധ്യം വന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ AI ടൂൾ ഇല്ല. ആ AI ടൂൾ ഇല്ലാത്തൊരു ഫോണിൽ നിന്ന് ഇതുണ്ടാക്കാനും പറ്റൂല. ആകെ അദ്ദേഹം ചെയ്തത് ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇത് കോപ്പി ചെയ്തു. നിങ്ങൾക്കറിയാലോ, കോപ്പി ചെയ്തു. അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൾഡറിൽ ഇത് വരും. ആ ഫോൾഡറിൽ വന്ന് ക്രോപ്പ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്തു. അത്രയാണ് ചെയ്തത്. ഇതിപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമല്ലേ? നമ്മളെ പൂർവ്വസൂരികളൊക്കെ എന്തിനാണ് സമരം ചെയ്തത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്താൽ അത് അടിച്ചമർത്തലിനെതിരാണ്. ഇപ്പം കേരളത്തിലെ സ്റ്റാലിൻ യുഗമാണ്. മുഖ്യമന്ത്രിക്കെതിരായി ഒന്നും പറയാൻ പാടില്ല, ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല.